ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. കുറേ ദിവസമായിട്ടോ ഈ ബീഫ് കുറുമയും നല്ല സോഫ്റ്റ് ബ്രെഡും കഴിക്കണമെന്നൊരു പൂതി തുടങ്ങിയിട്ട് ആ സമയം നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിക്കുമ്പോൾ ആ സമയം വീട്ടിൽ ബീഫ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ബീഫ് കിട്ടിയപ്പോൾ ഇന്ന് ഇതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കി നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും ആരും മറന്നു പോകരുത് കേട്ടോ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഞാനിപ്പോൾ 1/2 കിലോ കൈക്ക് ക്ലീൻ ചെയ്ത് വെച്ച ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പില കുറച്ചധികം ഇടുമ്പോൾ അതിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കുക്കറിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വേവിച്ചെടുക്കുക ഒരു 8-9 വിസിലൊക്കെ അടുപ്പിച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ അത് അവിടുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഒരു ഗ്രേവി ഉണ്ട്. അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണ് വലിയ ജീരകയില്ലേ അതിട്ട് അത് ഒന്ന് പൊട്ടി വന്നാൽ അതൊന്ന് പൊട്ടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ നല്ല ചെറിയത് ഉള്ളിയാട്ടോ എൻ്റെ കൈമേലുള്ളത്. അതുകൊണ്ട് ഞാനൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങളടുത്തൊരു മീഡിയം വലിപ്പമുള്ള ഉള്ളിയാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി കേട്ടോ. നല്ല വലുതാണെങ്കിൽ 1 എടുത്താലും മതി. എൻ്റെ അടുത്ത് നല്ല കുഞ്ഞാണ്, അതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഉള്ളി നല്ലോണം ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നല്ലോണം വയന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ആണ് ചെറിയ സ്പൂണില്ലേ ടീസ്പൂണ് അതാട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികളുടെ ആവശ്യമുണ്ട് കേട്ടോ. ഒരുപാട് മസാലപ്പൊടിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒരു 3/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1.5 ടീസ്പൂണ് കുരുമുളക് പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. അത് ഓരോരുത്തർ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ബീഫ് കുറുമൊക്കെ അത്യാവശ്യം എരിവ് വേണം. നമ്മളിതിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നതല്ല. പിന്നെ വേറെ മുളക് പൊടി നമ്മൾ ഇടുന്നില്ലല്ലോ, അപ്പോൾ കുരുമുളക് പൊടിൻ്റെ എരിവ് തന്നെ ഉണ്ടാകുള്ളൂ. ഇനി ഇത് നല്ല വഴറ്റി കൊടുക്കുക. അത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ലോണം സോക്ക് ചെയ്ത് വെച്ച കാഷ്യൂസും ബദാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂസ് എൻ്റെ കൈമിൽ കുറച്ചായതുകൊണ്ട് ഞാൻ കുറച്ച് ബദാമും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തീ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ലോണം ചൂട് പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. ചൂട് പോയതിന് ശേഷം അത് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക കേട്ടോ. തീരെ തരിപ്പൊന്നും ഇല്ലാണ്ട്. എന്നിട്ട് വേറൊരു പാത്രം വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് കറി ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തർ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കുക കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് നോർമൽ എരിവാണ്. നല്ല കൂടുതലുമില്ല എന്നാൽ കുറവുമല്ല. എന്നിട്ട് നമ്മൾ നേരത്തെ ഗ്രേവി ഇല്ലേ ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുത്തതാണ് കേട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഗ്രേവിയില്ലേ നല്ലൊരു ക്രീമി റിച്ച് ആയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങാപ്പാലൊന്നും ഒഴിക്കേണ്ട ആവശ്യം വരുന്നതന്നെ ഇല്ല. പക്ഷേ തേങ്ങാപ്പാലും കൂടി ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് എക്സ്ട്രാ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ല ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു 8 വിസിലടുപ്പിച്ചിട്ട് നമ്മളെ ബീഫ് നല്ല കുക്കായി വന്നിട്ടുണ്ട്. ആ ബീഫിൻ്റെ വെള്ളമില്ലേ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളം നമ്മൾ കളയണ്ട, അതും ഇതിലേക്ക് വേണം. എന്നിട്ട് രണ്ടും കൂടി നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇത് കുറച്ച് ലൂസായ പോലെ തോന്നും, പ്രശ്നമില്ല. ഇതൊന്ന് രണ്ടും നല്ലോണം ബീഫിലേക്ക് ആ ഗ്രേവിൻ്റെ മസാല ഒക്കെ പിടിച്ച് വരണം. അപ്പോൾ രണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക.
ഞാൻ ബീഫ് വേവിക്കുമ്പോൾ ഉപ്പിട്ടത്, പിന്നെ ഗ്രേവിയിലൊന്നും ഉപ്പിട്ടിട്ടില്ലേനു, അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ഗ്രേവി കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉണ്ടാവും. എരിവ് കുറച്ച് കുറവാണെന്ന് തോന്നിയപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നല്ല കട്ടിയുള്ള തേങ്ങൻ്റെ 1/4 പാലില്ലേ, അത് 1 കപ്പ് ഉണ്ട്, അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് നമ്മൾ എന്താ പറയുക ഫുഡ് കഴിക്കുന്ന സമയമാകുന്നപ്പോഴത്തേക്ക് ഇതൊന്നും കൂടി തിക്കായി വരും കേട്ടോ. ഇനി ഞാൻ കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും കറിവേപ്പിലയും കൂടി ഒന്ന് എന്താ പറയുക താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ക്ലിപ്പ് മിസ്സായി പോയതാട്ടോ. അപ്പോൾ ഇതാ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കാം.